കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ പെൻഷൻ വിതരണം സജീവമായി നടക്കുന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ അറിയിപ്പ്. ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ തുക എത്തുന്ന ഒട്ടുമിക്കവരിലും പെൻഷൻ തുക എത്തിയിട്ടുണ്ട്. ഇനിയും അക്കൗണ്ടുകളിൽ എത്താത്തവർക്ക് അടുത്ത ദിവസങ്ങളിലും അക്കൗണ്ടുകളിൽ എത്തുന്നതായിരിക്കും. പതിവ് പോലെ ഇത്തവണയും കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം പല അക്കൗണ്ടുകളിലും എത്തിയിട്ടില്ല. അത് വൈകാതെ എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ എത്തുന്നതായിരിക്കും. 1200, 1300, 1400 എന്നിങ്ങനെയുള്ള തുകകളാണ് പല അക്കൗണ്ടുകളിലും എത്തിയിട്ടുള്ളത്. സെപ്റ്റംബർ 10-നുള്ളിൽ എല്ലാവരിലും പെൻഷൻ തുക എത്തുന്നതായിരിക്കും. രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ വിതരണത്തെ കുറിച്ചാണ്. സെപ്റ്റംബർ 3-നാണ് റേഷൻ വിതരണം ആരംഭിക്കുക. കഴിഞ്ഞ വർഷത്തെ പോലെ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് 14 ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ഉണ്ട്. APL റേഷൻ കാർഡുകാരായ നീല വെള്ള കാർഡുള്ളവർക്ക് 10 കിലോ സ്പെഷ്യൽ അരിയും നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം കിട്ടാതെ വന്നാൽ 5 കിലോ അരിയായിരിക്കും സ്പെഷ്യൽ അരിയായി കിട്ടുക. കിലോക്ക് 11 രൂപയിൽ താഴെയായിരിക്കും വില. മൂന്നാമത്തെ അറിയിപ്പ് നഗരങ്ങളിൽ 2 സെന്റ് ഭൂമിയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് വഴിയുടെ അതിർത്തിയിൽ വിടേണ്ട ഭൂമിയുടെ അളവ് 1 മീറ്റർ ആയി കുറക്കണമെന്നുള്ളതാണ്. അതിർത്തിയിൽ നിന്നും 1 മീറ്റർ കുറച്ച് നിയമം കൊണ്ടുവരുന്ന സർക്കാർ അറിയിച്ചു. അടുത്ത അറിയിപ്പ് 65 വയസ്സുള്ളവർക്ക് 50,000 രൂപ വരെ ഈട് രഹിത വായ്പ നൽകുന്ന പദ്ധതിയെ കുറിച്ചാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ തുക ലഭിക്കുക. സ്വന്തമായി തൊഴിൽ കണ്ടെത്തുന്നതിന് സർക്കാർ നൽകുന്ന ഈ പദ്ധതി പ്രകാരം 12,000 രൂപ തിരിച്ചടക്കേണ്ടതില്ല. 55 വയസ്സ് മുതൽ ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാനാവുക. ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെയുള്ള ചെറിയ രീതിയിൽ പ്രായമായവർക്ക് ജോലി ചെയ്യാനുള്ളതിനാലാണ് ഈ ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത്തരം അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരങ്ങൾ മറ്റുള്ളവരിൽ എത്തുന്നതിനു വേണ്ടി ചാനൽ ഷെയർ ചെയ്യുക.